അത് പിന്നെ ഇത് നാട്ടിലെ ജനാധിപത്യ സംവിധാനങ്ങൾ എന്താണെന്ന് അറിയാത്തവരും അറിയാൻ ശ്രമിക്കാത്തവരുമായിട്ടുള്ള ആളുകളുടെ പ്രതികരണമാണ്. സമാനമായ ഒരു ഇൻസിഡന്റ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഞാനവിടെ മത്സരിക്കുന്ന സമയത്താണ്. അന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അവിടെ നിന്ന് കിട്ടിയത്. 17,000-ലധികം വോട്ടിനാണ് അന്ന് ജയിച്ചത്. ഞാൻ ഇപ്രാവശ്യവും പറയുന്നു, ഈ ചെയ്തതിനെയൊന്നും പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിക്കില്ല, ആ പ്രദേശത്തെ ജനങ്ങൾ പോലും അംഗീകരിക്കില്ല. നിങ്ങളതിൻ്റെ വിഷ്വൽസിൽ കണ്ടതല്ലേ, രമേശ് പിഷാരടിയുടെ കയ്യും പിടിച്ചൊരമ്മ എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് നിങ്ങൾക്ക് എങ്ങനെ തടസ്സം നിൽക്കാൻ കഴിയുമെന്ന് ആ കൗൺസിലറോട് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ പാലക്കാട്ടെ യഥാർത്ഥ അമ്മ മനസ്സതാണ്. മറ്റേത് BJP ഉണ്ടാക്കുന്ന സംഘർഷങ്ങളാണ്, കുഴപ്പങ്ങളാണ്. തോൽവി ഏകദേശം അവരും അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയാണ് ആ കുഴപ്പങ്ങൾ. പക്ഷെ ആ കുഴപ്പങ്ങളൊക്കെ ജനങ്ങൾ അതിനുള്ള പരിഹാരമൊക്കെ പരിഹാരക്രിയ ജനങ്ങൾ നടത്തും. അത് 9-ാം തീയതി നടത്തും, 4-ാം തീയതി അറിയും. പിഷാരടി കേരളത്തിൻ്റെ നിയമസഭയിലുണ്ടാവും. പാലക്കാട്ടെ ജനങ്ങളെ ബഹുമാനിച്ചും വിശ്വാസത്തിലെടുത്തുകൊണ്ടും പറയുന്നു, പിഷാരടി കേരളത്തിൻ്റെ നിയമസഭയിലുണ്ടാവും. ഇപ്പം ഈ ചിലര് കോട്ട എന്നൊക്കെ പറയുന്ന കോട്ട കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ അവർ മനസ്സിലാക്കേണ്ടത്, എല്ലാ കോട്ടയും കെട്ടുന്നതും പൊളിക്കുന്നതും ഒക്കെ ജനങ്ങളാണ്. ജനങ്ങളെതിരായ ഒരു കോട്ടയും നിലനിൽക്കില്ല. അപ്പോൾ അതാ ഇവിടെ തന്നെ ഈ നിൽക്കുന്ന മനുഷ്യൻ പാല എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് നമ്മൾ എന്താ പ്രതീക്ഷിച്ചിരുന്നത്? പക്ഷെ അദ്ദേഹം വന്ന് കഴിഞ്ഞ ബൈ ഇലക്ഷൻ ഒരു പോരാട്ടം നടത്തിയപ്പോൾ എന്താ ഉണ്ടായി? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇവിടെ ഒരു മത്സരം നടത്തിയപ്പോൾ എന്താ ഉണ്ടായത്? അപ്പോൾ മാണി സി കാപ്പൻ എന്ന് പറയുന്ന നേതാവ് പാലയിലെ ജനങ്ങളെ എങ്ങനെ കൂടെ നിർത്തുന്നു എന്നുള്ളത്. അപ്പോൾ ജനങ്ങൾ കെട്ടുന്ന കോട്ടകളാണ്, കോട്ടകൾ പൊളിക്കുന്നതും ജനങ്ങളാണ്. അപ്പോൾ തൃക്കരിപ്പൂരാണെങ്കിലും പാലക്കാടിൻ്റെ ചില പ്രദേശങ്ങളൊക്കെ ആണെങ്കിലും കോട്ടയാണ്, വേറെ ആരും വരാൻ പാടില്ല, വോട്ട് ചോദിക്കാൻ പാടില്ല, സ്ലിപ്പ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് ജനാധിപത്യ വിരുദ്ധത ജനങ്ങളും തിരിച്ചറിയില്ലേ? ഒരു വോട്ട് ചോദിച്ചാൽ, ഒരു ബോർഡ് വെച്ചാൽ, ഒരു സ്ലിപ്പ് കൊടുത്താൽ തകർന്നു പോകുന്ന കോട്ടകളാണെങ്കിലൊന്നും കോട്ടകളല്ലല്ലോ. എന്തായാലും പാലക്കാട്ടെ ഇതിനും കൂടെ ചേർത്തിട്ടായിരിക്കും പാലക്കാട്ടെ ജനങ്ങൾ പ്രതികരിക്കുക. ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുന്നു, 6 നമ്പർ, ട്രക്കാണ് ചിഹ്നം. ജയിച്ചു വന്നാൽ, UDFന്റെ ഗവൺമെന്റ് വന്നാൽ നിങ്ങൾക്ക് അറിയാം, അത് പാലായിലേക്ക് വരും. അതാണ് എൻ്റെ പ്രശ്നം. പാലായിലേക്ക് ഒരു നല്ല കാലം വികസന കാര്യങ്ങളിൽ വീണ്ടും എത്താൻ പോവുകയാണ്. ആ അവസരം പാലായിലെ ജനങ്ങൾ അവർ കളയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം പിന്നെ ഇന്നലെ പാർലമെൻറ്റിൽ അവർ കൊണ്ടുവരാൻ ശ്രമിച്ച ബില്ല്, അതിനെതിരെ പ്രതിപക്ഷം നടത്തിയ പോരാട്ടം, അതൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. മാണി സി കാപ്പൻ തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തോടെ, അതൊന്നും പറയാൻ ഞാൻ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളല്ല. അദ്ദേഹം ജയിച്ചും ഗവൺമെൻറ്റൊക്കെ വന്നാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ അതിൻ്റെ ഉന്നതരായ നേതാക്കന്മാർ പറയട്ടെ. എന്തായാലും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്, അത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.